രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച് രാഹുൽ ഈശ്വർ. തിരുവനന്തപുരം സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയെന്ന് രാഹുൽ ഈശ്വർ ഈ അപേക്ഷയിൽ പറയുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, നേരത്തെ ഇതേ കേസിൽ രാഹുൽ ഈശ്വർ ജയിൽവാസം അനുഷ്ഠിച്ചാണ് പുറത്തു വന്നത്. ഇപ്പോൾ വീണ്ടും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ ബാബു? ഇതേ കേസിൽ ഏകദേശം 16 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങിയിട്ടാണ് വീണ്ടും ഈ പറയുന്ന അതിജീവിതയ്ക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം അഴിച്ചുവിടുന്ന തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ രാഹുൽ ഈശ്വർ ഷെയർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വർ സമർപ്പിച്ചിട്ടുള്ളത്. വസ്തുതകൾ മാത്രമാണ് താൻ യൂട്യൂബ് വീഡിയോയിൽ പങ്കുവെച്ചതെന്നുള്ളതാണ് രാഹുലിന്റെ പ്രധാനപ്പെട്ട വാദം. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ല, പക്ഷേ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒന്നാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിത സൈബർ പോലീസിന് വീണ്ടും പരാതി നൽകിയിരുന്നു. രാഹുൽ ഈശ്വർ ജാമ്യത്തിലിറങ്ങിയ ശേഷവും തനിക്കെതിരെ സൈബർ ആക്രമണത്തിന് വഴിതിരിച്ചു വിടുന്ന സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതായത് പല രീതിയിൽ വ്യാജ പരാതിക്കാരി എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് വലിയ സൈബർ ആക്രമണത്തിനാണ് വഴിവെച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ളതായിരുന്നു പരാതിക്കാരിയുടെ ആവശ്യം. ഈ ജാമ്യവ്യവസ്ഥകളിൽ, അതായത് ഈ 16 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തുവിട്ട സമയത്ത്, ജാമ്യം നൽകിയ സമയത്ത് കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ഈ പറയുന്ന അതിജീവിതയെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുവാനോ അധിക്ഷേപിക്കുവാനോ പാടുള്ളതല്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ രണ്ടാമതും യൂട്യൂബിലൂടെ വീഡിയോ പങ്കുവച്ചതിലൂടെ ഈ അതിജീവിത അപമാനിക്കപ്പെട്ടു എന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ കേസിൽ വീണ്ടും ഒരു അറസ്റ്റിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. വിനോദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയെ അപമാനിച്ചു എന്നുള്ള പരാതിയിന്മേൽ രാഹുൽ ഈശ്വർ വീണ്ടും അറസ്റ്റ് ഭയപ്പെടുകയാണ്. അതിനാൽ അദ്ദേഹം വീണ്ടും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.